അതായത് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി കിട്ടുന്നു, തൊട്ടടുത്ത നിമിഷം മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ വേട്ടയാടലിന് ഗൂഢാലോചന നടത്തുന്നു, ഒരു സംഘം പോലീസിനെ തയ്യാറാക്കുന്നു, അവർ പൊടുന്നനെ മറ്റൊന്നും ചിന്തിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോയി അറസ്റ്റ് ചെയ്യുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് സെൻകുമാർ പറയുന്നത്. ഇപ്പോൾ സെൻകുമാറിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ച് നമ്മൾ സംസാരിക്കുന്നത് രാഹുലിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടല്ല. അയാൾ ഒരു കോഴിയാണ് എന്നുള്ളത് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അയാൾക്ക് ജനപിന്തുണ കിട്ടുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ജനങ്ങൾക്കിടയിലേക്ക് ഒരു പൊതുബോധം ഉണ്ടായിരിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭരണകൂടം വേട്ടയാടുന്നു എന്നുള്ള പൊതുബോധം. പ്രത്യേകിച്ച് ഇവിടെ പിണറായി വിജയൻ ഏകാധിപത്യ ഭരണമാണ് നടത്തുന്നത് എന്ന് വലിയൊരു കൂട്ടം ജനവിഭാഗം പറയുന്നുണ്ട്. അവർ പിണറായി വിജയനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. പിണറായി വിജയന്റെ ശത്രുവായി പോയി കഴിഞ്ഞാൽ പിന്നീട് അവരെ ഇല്ലാതാക്കാൻ പിണറായി വിജയൻ എന്തും ചെയ്യും എന്നും ജനങ്ങൾ ചർച്ച ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പിണറായി വിജയന് രാഹുൽ മാങ്കൂട്ടത്തിലിനോടുള്ള എതിർപ്പ്, അയാളെ എടോ വിജയ എന്ന് വിളിച്ചതുകൊണ്ടുള്ള കോപം, ഇതൊക്കെയാണ് പിണറായിയിൽ ആളിക്കത്തുന്നതെന്നും ഒരവസരം കിട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും പാതാളക്കുഴിയിൽ ചവിട്ടി താഴ്ത്താനുള്ള പിണറായി കളിയാണ് ഈ നടക്കുന്നതെന്നും ഉള്ള ഒരു ചിന്തയാണ് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുത്തൻ തനിയെ നിൽക്കുമ്പോൾ അവനെ എറിഞ്ഞ് താഴെയിടുക, താഴെയിട്ട് ചവിട്ടിക്കൂട്ടുക, ആ ഒരു മനോഭാവമാണ് ഭരണകൂടം പുറത്തെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടായിരിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിന് പിന്തുണയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അയാൾക്ക് ധാർമ്മികപരമായി നോക്കുമ്പോൾ MLA കസേരയിൽ ഇരിക്കാൻ പോലും അയാൾ യോഗ്യനല്ല. കാരണം അയാൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകളുമായിട്ടൊക്കെ അയാൾക്ക് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് പാലിക്കേണ്ട മര്യാദകൾ പോലും അയാൾ പാലിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ എന്ത് ചെയ്യാനാണ്? ഈ സർക്കാർ കാണിച്ച മണ്ടത്തരങ്ങൾ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന് ജനപിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേസെടുത്തതിൽ ഉൾപ്പെടെ വലിയ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ സെൻകുമാർ തന്നെ പറയുന്നുണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുഖത്തുള്ള ആ ചിരി, അത് അയാൾക്കൊരു കോൺഫിഡൻസ് ആണ്. കാരണം അയാൾക്കറിയാം നിയമത്തിന് മുൻപിൽ അയാൾ തെറ്റുകാരനല്ല എന്നുള്ളത്. അതിന് കാരണം അയാൾ ഇതിനു മുൻപ് ഉണ്ടായ 2 കേസുകളിലും 2 ആരോപണങ്ങളിലും കോടതിയിൽ ആ സ്ത്രീകളുമായിട്ട് അയാൾക്ക് ലൈംഗിക ബന്ധമുണ്ടായി എന്നുള്ളത് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് അയാൾ അത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അല്ലാതെ ആ സ്ത്രീകളെ അറിയില്ല എന്നുള്ള വാദങ്ങളൊന്നും അയാൾ നിരത്തിയില്ല. പകരം എനിക്കവരെ അറിയാം, ഞാൻ അവരെ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അവരുമായിട്ട് എനിക്ക് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് അയാൾ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് അവിടെയാണ് അയാൾ പറയുന്നത് നിയമപരമായി എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കോൺഫിഡൻസിന്റെ കാരണവും അതുതന്നെയാണ്. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് വളഞ്ഞിട്ട് തല്ലി താഴെ ചവിട്ടി ഇട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൂസലുമില്ലാതെ വീണ്ടും നിന്ന് ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ ഞാനങ്ങ് പേടിച്ചു പോയി എന്നുള്ള മനോഭാവത്തോടു കൂടി നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും. അതായത് ഈ സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലിന് നേരെ കേസെടുക്കുമ്പോൾ, അതായത് ആദ്യ പരാതി വരുമ്പോൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് വലിയ ജനപിന്തുണ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണങ്ങളിലേക്കാണ് നമുക്കൊന്നുകൂടി വിശദമായി വരാം. അതായത് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ, അയാൾ ഒരു സെക്ഷൽ പെർവേർട്ട് ആയിട്ടും അയാൾക്ക് എന്തുകൊണ്ട് ജനപിന്തുണ കിട്ടുന്നു എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അതിൻ്റെ ഉത്തരങ്ങൾ നമുക്കൊന്നുകൂടി ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ആരോപണമായിട്ടായിരുന്നു വരുന്നത്. അല്ലാതെ പരാതിക്കാരി പരാതി കൊടുക്കാൻ, അതായത് ആദ്യത്തെ അതിജീവിത പരാതി കൊടുക്കാൻ തയ്യാറായില്ല. 3 മാസത്തോളം ആ പെൺകുട്ടിയോട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നിരന്തരം പറഞ്ഞു പരാതിപ്പെടൂ, നടപടി ഉണ്ടാകുമെന്ന്. മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു. എന്നിട്ട് പോലും ആ യുവതി പരാതിപ്പെടാൻ തയ്യാറായില്ല. ഒരു IPS ഉദ്യോഗസ്ഥയെ ഏൽപ്പിച്ചുകൊണ്ട് നിരന്തരം അവരെ വിളിപ്പിച്ചു പരാതിക്ക് വേണ്ടി. അപ്പോഴും അവർ പരാതിപ്പെടാൻ തയ്യാറായില്ല. എന്നാൽ പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷമാണ് അവർ പരാതിപ്പെടാൻ തയ്യാറാകുന്നത്. അപ്പോഴത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയമെടുത്തു. ജനങ്ങൾ അപ്പോൾ വിചാരിച്ചു, അവരുടെ ഉള്ളിൽ ഒരു ബോധമുണ്ടായി, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് കോൺഗ്രസിനെ അടിക്കാൻ ഒരു വടിയായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉപയോഗിക്കുന്നു എന്നുള്ള ധാരണ അവരിലുണ്ടായി. മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് ആ യുവതി കൊണ്ട് പരാതി കൊടുക്കുന്നത്. എന്തിനു മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കണം? ഇവിടുത്തെ പോലീസിനല്ലേ പരാതി കൊടുക്കേണ്ടത്? പിണറായി വിജയനാണോ പോലീസ് എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എന്താണ് കോടതിയിൽ നിന്ന് സംഭവിച്ചത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി ജാമ്യം അനുവദിക്കുന്നു.
അവിടെയാണ് കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ, അതായത് ഇത് എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ നിന്ന് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം, എനിക്കിവിടുത്തെ മാധ്യമങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിച്ചു കൊള്ളാം എന്ന് പറയുകയായിരുന്നു. കോടതിയിൽ പോയിട്ട് അയാൾ പറഞ്ഞത്, എനിക്ക് ആ യുവതിയെ അറിയാം, അവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു, അവർ ഭർത്താവുമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനുമായി ബന്ധം സ്ഥാപിക്കുന്നത്, പക്ഷേ ഗർഭഛിദ്രത്തിന് ഞാൻ അവരെ നിർബന്ധിച്ചിട്ടില്ല, അവരുടെ കൂടി ആവശ്യപ്രകാരമായിരുന്നു ഗർഭഛിദ്രം നടന്നത് എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുന്നു, ഹൈക്കോടതിയിൽ നിന്ന് പിന്നീട് ജാമ്യം കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ അയാൾക്ക് അനുകൂലമായി മാറുകയായിരുന്നു. ഇതോടുകൂടിയാണ് കേരളത്തിൽ വലിയൊരു ചിന്തയുണ്ടായി, അതായത് രാഹുലിനെ കുടുക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കളികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലേക്ക് അത് വഴിമാറുകയായിരുന്നു. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും തലപൊക്കിയത്, അതായത് അയാൾക്ക് ജനപിന്തുണ കൂടുന്നത് അയാൾ മനസ്സിലാക്കി. പിന്നീട് അയാൾക്കുള്ളിലും ഒരു അഹങ്കാരം കയറിക്കൂടി, അതായത് എന്നെ ജനം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, എനിക്കിനി എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ള ഒരു ചിന്ത അയാളിലുണ്ടായി. പിന്നീട് നമ്മൾ കണ്ടതാണ് രാഹുൽ ഒളിവിൽ പോകുന്നതും, രാഹുലിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് പോലീസ് കർണാടകയിൽ പോകുന്നു, തമിഴ്നാട്ടിലേക്ക് പോകുന്നു, അത്തരത്തിലുള്ള പോലീസിന്റെ പ്രഹസനങ്ങൾ. ഇവിടെ മറ്റ് നിരവധി അതിജീവിതമാർ നീതി കിട്ടാതെ കിടക്കുമ്പോഴായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ സർക്കാരും പോലീസും ഇത്രത്തോളം വലിയ ജാഗ്രത കാണിച്ചത്. അതും ജനങ്ങൾ ചോദ്യം ചെയ്തു. വേടന്റെ വിഷയവും PT കുഞ്ഞുമുഹമ്മദിനെതിരെ ആ പരാതിക്കാരി, ആ അതിജീവിത മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പരാതി കൊടുത്തത്, എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ജനങ്ങൾ ചോദിച്ചു. സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തു. ഇതെല്ലാം രാഹുലിന് അനുകൂലമായ ഫാക്ടറുകളായിട്ട് മാറുകയായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. രണ്ടാം പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അതിക്രൂരമായി റേപ്പ് ചെയ്തു എന്നായിരുന്നു രണ്ടാമത്തെ പരാതിക്കാരി പറഞ്ഞത്. ഒന്നാമത്തെ പരാതിക്കാരിയും പറഞ്ഞിരുന്നത് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു, പക്ഷേ അയാൾ എന്നെ വിവാഹം കഴിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നുള്ളത് ഒന്നാം പരാതിക്കാരിയും പറഞ്ഞു, രണ്ടാം പരാതിക്കാരിയും പറഞ്ഞു. അതെങ്ങനെയാണ് അതിക്രൂരമായി റേപ്പ് ചെയ്ത ഒരാളോട് എങ്ങനെയാണ് സ്ത്രീകൾക്ക് സ്നേഹം തോന്നുക? ഒരിക്കലും ഇല്ല, അങ്ങനെ ഉണ്ടാകില്ല എന്ന് പല സ്ത്രീകളും ശബ്ദമുയർത്തി പറഞ്ഞു. അതായത് ഒരു അതിക്രൂരമായ പീഡനം നടത്തി തങ്ങൾക്കൊരു ട്രോമ നൽകിയ ഒരാളെ ഒരിക്കലും വിവാഹം കഴിക്കണമെന്ന് ഒരു സ്ത്രീകളും പറയില്ല എന്ന് ഇവിടുത്തെ സ്ത്രീകൾ ശബ്ദമുയർത്തി. അവിടെയും അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മാറുകയായിരുന്നു. ഇപ്പോൾ ഈ മൂന്നാം പരാതി വരുമ്പോഴും ഈ മൂന്നാം പരാതിക്കാരിയും രാഹുലിനെ അങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതും ജനങ്ങൾ ചോദ്യം ചെയ്തു. വിവാഹിതയായ ഒരു സ്ത്രീ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധം സ്ഥാപിക്കുന്നത്? അതൊരു ചോദ്യമായി ഉയർന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ചോദിക്കാം, അങ്ങനെ ഒരു വിവാഹിതയായ സ്ത്രീ ഒരു മെസ്സേജ് അയക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് അത് ഒരു അവസരമായി മുതലെടുത്തത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. പക്ഷേ ആ ചോദ്യം അധികം ഉയർന്നു വന്നില്ല. പകരം ഉയർന്ന ചോദ്യം വിവാഹിതയായ ഒരു സ്ത്രീ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് മെസ്സേജ് ചെയ്തു എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയൊരു ചർച്ചയായി. ഈ ചർച്ചയായപ്പോൾ ഉണ്ടായത് ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും അനുകൂലമായി മാറുന്ന കാഴ്ചയായിരുന്നു. ഇത് ഭരണകൂടത്തിന്റെ പിടിപ്പുകേടാണ്. ഈ കേസിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസേരയിൽ ഇരിക്കാൻ ഒരു കാരണവശാലും യോഗ്യനല്ല. പക്ഷെ ഇപ്പോഴും അയാൾ ആ MLA കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. ഈ കേസ് അനാവശ്യമായി പല രീതിയിൽ വലിച്ചിഴച്ച് അയാൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു ഭരണകൂടം. പിണറായിക്ക് വലിയ പിഴവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്.